60, 20, 50 എത്ര വയസ്സായാലും മരിക്കാൻ കിടക്കുന്ന ഒരു മയ്യിത്ത് അയാളുടെ മുമ്പിൽ പോയിട്ട് എല്ലാ ആളുകളും പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറ. ഉപ്പയാണെങ്കിൽ ഉപ്പാ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറ ഉപ്പാ. മക്കളാണെങ്കിൽ മക്കളോട് പറയും മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറ. അങ്ങനെ കൂട്ടത്തിലുള്ള എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ പറയും. നല്ലവരായ ആളുകളാണെങ്കിൽ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് അവർക്കുണ്ടാകും. അങ്ങനെ മരിച്ചാൽ അവർ സ്വർഗ്ഗത്തിലുമാണ്. മോശക്കാരായ ആളുകൾക്ക് ഒരു പക്ഷെ ചെല്ലാൻ കഴിഞ്ഞൊന്നുമില്ല. ഇനി ചെല്ലില്ല എന്ന് പറഞ്ഞ എല്ലാവരും മോശക്കാരല്ല, ചെല്ലിവരൊക്കെ രക്ഷപ്പെടുന്ന ഉറപ്പാണ്. ചെല്ലില്ല എന്ന് പറഞ്ഞ എല്ലാവരും മോശക്കാരുമല്ല. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അവസാനമായി ഉച്ചരിക്കേണ്ടതും ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കുറച്ച് സ്വഹാബാക്കൾ കടന്നു വരികയുണ്ടായി. യാ റസൂലല്ലാഹ്, ഒരു സഹോദരൻ, ഒരു ചെറുപ്പക്കാരൻ മരണപ്പെടാനിരിക്കുകയാണ്, അവസാന ശ്വാസം വലിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് അത് ചെല്ലാൻ കഴിയുന്നില്ല. നബി തങ്ങളെ നിങ്ങളൊന്ന് വരണമെന്ന് പറഞ്ഞു. ആ സമയത്താണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചത്, അയാൾ ജീവിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയവരാണോ? ജീവിക്കുന്ന കാലത്ത് ചൊല്ലിയിട്ടുണ്ടോ? നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാകും ഇതൊക്കെ പുഷ്പം പോലെ ചെല്ലാമെന്ന്. പുഷ്പം പോലെ ഒന്നും ചെല്ലാൻ കഴിയില്ല മുമ്പ്. നിങ്ങളെ മരണസമയത്ത് പുഷ്പം പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാനും കഴിയില്ല. ഇപ്പൊ നിങ്ങൾ ചെല്ലിയോ എങ്കിൽ നിങ്ങൾക്ക് മരിക്കുമ്പോൾ ചെല്ലാൻ കഴിയും. ഇപ്പൊ എത്രത്തോളം ചെല്ലുന്നുണ്ടെങ്കിലും മരിക്കുമ്പോൾ ചെല്ലാൻ കഴിയും. നിങ്ങൾക്ക് ബോധമില്ലെങ്കിലും അബോധാവസ്ഥയിലും നിങ്ങൾ നിങ്ങളുടെ തസ്ബീഹ് മാല ഇങ്ങനെ നോക്കും. ചെറുശ്ശേരി ഉസ്താദ്, നമ്മുടെ ശൈഖുന ചെറുശ്ശേരി ഉസ്താദൊക്കെ അബോധാവസ്ഥയിൽ കിടന്ന് കുറെ കാലം, അപ്പോഴൊക്കെ കയ്യിലുള്ള തസ്ബീഹ് മാല ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടായിരുന്നു. എന്റെ മോശം മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പൊക്കെ രാത്രി ഇങ്ങനെ ഉറക്ക പറയാ. വീട്ടുകാരൊക്കെ പേടിച്ച് തൊണ്ട പൊട്ടി പോകുമോ എന്ന് പേടിച്ചു. അബോധാവസ്ഥയിലാണ്. തൊണ്ട പൊട്ടി പോകുമോ എന്ന് പേടിച്ചിട്ട് നിങ്ങൾ ചെല്ലണ്ട, ഒന്ന് ഉറങ്ങുന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടുകാർ. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിച്ച ആളാണ് എന്റെ മോശം. കുറച്ചു മുമ്പ് 1 വർഷമായിട്ടില്ല മരണപ്പെട്ടിട്ട്, 4 മാസമായിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ ചെല്ലിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങനെ ചെല്ലിയിട്ട് മരിക്കാൻ കഴിയുള്ളൂ. ജീവിതത്തിൽ ചെല്ലാതെ അതൊക്കെ വലിയ വിഷയമാണ്. അതൊക്കെ ഞാൻ ചെല്ലൂലെന്നൊക്കെ പറഞ്ഞാൽ ചെല്ലാൻ കഴിയില്ല. അങ്ങനെ അവസാനമായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളുടെ സമീപത്തേക്ക് എത്തി. നബി തങ്ങളും പറഞ്ഞു, യാ ഗുലാം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മോനെ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലു മോനെ എന്ന് പറഞ്ഞു. അമ്മോൻ പറഞ്ഞു, നബിയെ എനിക്ക് ചെല്ലണം എന്നുള്ള ആഗ്രഹമുണ്ട്. ലാ അസ്തതിഉ അൻ അഖൂലഹ, അത് പറയാൻ എനിക്ക് കഴിയുന്നില്ല നബിയെ, പറയണമെന്ന് ആഗ്രഹമുണ്ട്, നാവ് വഴങ്ങുന്നില്ല. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, എന്തേ നീ ജീവിതത്തിൽ വല്ല തെറ്റുകളും ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നബിയെ ഞാൻ എന്റെ ഉമ്മയോട് മോശമായി പെരുമാറിയിട്ടുണ്ട്, എന്റെ ഉമ്മയോട് ഞാൻ അപമര്യാദയായി പെരുമാറിയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും നബിയെ. മറ്റുള്ളതൊക്കെ സംസാരിക്കാൻ കഴിയുന്നുണ്ട്, അതാ ഞാൻ പറഞ്ഞു പറയാൻ കഴിയില്ല. ഇതൊക്കെ സംസാരിക്കുന്നുണ്ട് ഇയാള്. ഞാൻ ഉമ്മയോട് മോശമായി പെരുമാറി എന്നൊക്കെ ഇയാളാ പറഞ്ഞത്. എന്നാൽ അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ കഴിയുന്നില്ല. അതാ പറഞ്ഞത് ജീവിതത്തിൽ ചെല്ലിയാലേ മരണസമയത്ത് കഴിയുള്ളൂ, പുഷ്പം പോലെ ചെല്ലാനൊന്നും കഴിയില്ല. ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് നബിയെ. ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. ഉമ്മയെ വിളിച്ചു, ഉമ്മ നിങ്ങളുടെ മകൻ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിച്ച് മരിക്കാൻ കഴിയുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാതെ മരിച്ചാൽ ഇയാൾ നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഉമ്മ. അതുകൊണ്ട് നിങ്ങളുടെ മകന് നിങ്ങൾ പുറത്തു കൊടുക്കണം, മാപ്പ് നൽകണം ഉമ്മ എന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞു, ഞാൻ മാപ്പ് കൊടുത്തോളാം എന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെയും ഇവിടെ ഇരിക്കുന്നവരെയും അള്ളാനെയും സാക്ഷി നിർത്തിയിട്ട് പറയണം, ഇന്നി ഉഷ്ഹിദു ബില്ലാഹി, അല്ലാഹുവിനെ കൊണ്ട്, അതേപോലെ തന്നെ നിങ്ങളെ കൊണ്ട് ഇവിടെയുള്ള എല്ലാ ആളുകളെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, എന്റെ മകന് ഞാൻ പുറത്തു കൊടുത്തു എന്ന് ആ മാതാവ് പറഞ്ഞു. ഉടനെ തന്നെ നബി തങ്ങൾ അയാളുടെ സമീപത്തേക്ക് പോയിട്ട് പറഞ്ഞു, യാ ഗുലാം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറ. ഫഖാലഹാ, ഉടനെ തന്നെ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. ഉടനെ പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദീ അൻഖദഹു ബി മിനന്നാർ, ഞാൻ കാരണം ഒരാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ, അൽഹംദുലില്ലാഹ്, ഞാൻ കാരണം ഒരാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ, അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും ചൊല്ലാൻ കഴിയില്ല.
ചില ആളുകൾക്ക് ചെല്ലാൻ കഴിയും. എല്ലാവരും കൂടിയിട്ടിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ കഴിയില്ല. ചില ആളുകൾ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുമ്പോൾ അയാൾ പറയാ ഹുവ ഫീ സഖർ, ഹുവ ഫീ സഖർ, ഹുവ ഫീ സഖർ എന്ന് പറഞ്ഞാൽ അയാൾ നരകത്തിലാണ്, അയാൾ നരകത്തിലാണ്, അയാൾ നരകത്തിലാണ് എന്നുള്ള പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഇങ്ങനെ ആവർത്തിക്കുക. ഒരാളോട് പറഞ്ഞു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഖാല, അയാൾ പറഞ്ഞു ലാ അസ്തതിഉ അൻ നഖൂലഹാ, എനിക്കത് പറയാൻ കഴിയുന്നില്ല, എനിക്കത് പറയാൻ കഴിയുന്നില്ല ഒരാള്. രണ്ടാമത്തെ ഒരാളോട് പറഞ്ഞു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫജഅല യഖൂൽ അദ്ദാറുൽ ഫുലാനിയ അസ്ലിഹു ഫീഹാ കദാ വൽ ബുസ്താനുൽ ഫുലാനി ഇഫ്അലു ഫീഹി കദാ, അഥവാ തന്റെ ബിസിനസ് ആ വീട് അങ്ങനെ ആക്കണം, ഈ വീട് ഇങ്ങനെ ആക്കണം. ഇയാളോട് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനാണ്. ഇയാൾ പറയുന്നത് അയാളുടെ വീട് അങ്ങനെ ആക്കണം, ആ വീട് ഇങ്ങനെ ആക്കണം, ഈ തോട്ടം ഇങ്ങനെ ആക്കണം, ആ സ്ഥലത്തുള്ള കച്ചവടം അങ്ങനെ ആക്കണം. അയാൾ ജീവിതത്തിൽ അതേ പറഞ്ഞിട്ടുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മരിക്കുമ്പോൾ അത് പറയാനും കഴിയുന്നില്ല. വേറെ ആൾ പറഞ്ഞു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. അപ്പൊ അയാൾ ഫജഅല, അദ്ദേഹം ഇങ്ങനെ പാട്ട് പാടാൻ തുടങ്ങി, ഏതോ ഒരു സിനിമ പാട്ട് ഇങ്ങനെ പാടിയിട്ട് അയാൾ മരിച്ചു എന്നാണ്. വേറെ ഒരാളോട് പറഞ്ഞു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ പറഞ്ഞു. അയാൾ പറഞ്ഞു വമാ യൻഫഉനി മാ തഖൂൽ വലം അദഅ മഅസിയതൻ ഇല്ലാ റകിബ്തുഹാ, നിങ്ങൾ പറഞ്ഞൊന്നും എനിക്ക് ചൊല്ലാൻ കഴിയില്ല, എനിക്കതൊന്നും ഉപകരിക്കുന്നില്ല, ഞാൻ ജീവിതത്തിൽ ഒരു തെറ്റും ഞാൻ ജീവിതത്തിൽ ചെയ്യാതിരുന്നിട്ടില്ല. സുമ്മ മാത, അങ്ങനെ പറഞ്ഞിട്ട് അയാൾ മരണപ്പെട്ടു പോയി. വേറൊരാളോട് പറഞ്ഞു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അയാൾ പറഞ്ഞു വമാ അരിഫു അന്നി സ്വല്ലൈതു ലില്ലാഹി സ്വലാത്തൻ, ഞാൻ ജീവിതത്തിൽ ഒരു സ്വലാത്ത്, ഒരു നിസ്കാരം പോലും നിസ്കരിച്ചിട്ടില്ല. വമാ യുഗ്നി അന്നി, നിങ്ങൾ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് എനിക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല. സുമ്മ മാത, അയാൾ അങ്ങനെ മരിച്ചുപോയി. വേറൊരാളോട് പറഞ്ഞു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറഞ്ഞു. അയാൾ പറഞ്ഞു ഹുവ കാഫിർ, ഹുവ കാഫിറുൻ ബിമാ തഖൂൽ, നിങ്ങൾ പറയുന്നത് അയാൾ നിഷേധിക്കുന്നുണ്ട്. സുമ്മ മാത, അങ്ങനെ മരണപ്പെട്ടു പോയി. വേറൊരാൾ പറഞ്ഞു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. അയാൾ പറഞ്ഞു കുല്ലമാ അറത്തു അൻ നഖൂലഹാ ലിസാനി, എന്റെ നാവ് കൊണ്ട് ഞാൻ പറയാൻ തീരുമാനിക്കുമ്പോഴൊക്കെ ആരോ വന്നിട്ട് പിടിച്ചു വെക്കുന്നത് പോലെ എനിക്ക് പറയാൻ കഴിയുന്നില്ല. വേറൊരാൾ പറഞ്ഞു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അയാൾ പറഞ്ഞു ലില്ലാഹി ഫലൈസ ലില്ലാഹ്, അല്ലാഹ് ഇല്ല, അല്ലാഹ് ഇല്ല. അതൊരു നിരീശ്വരവാദിയോടാണ് പറഞ്ഞത്. അയാൾ അല്ലാഹു ഇല്ല, അല്ലാഹു ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ മരണപ്പെട്ടു പോയി. ഒരു കച്ചവടക്കാരനോട് പറഞ്ഞു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. അയാൾ പറഞ്ഞു ഹാദിഹിൽ ഖിത്അതു റഖീസ ഹാദാ മുശ്തരിൻ ജയ്യിദ് ഹാദിഹി കദാ, ഇത് പുതിയ സാധനമാണ്, ഇത് വിലയില്ലാത്ത സാധനമാണ്, അത് പഴയ സാധനമാണ് എന്നൊരു കച്ചവടക്കാരൻ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടില്ല. വേറൊരു കള്ളുകൂടിയാണ് പറഞ്ഞു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇശ്റബ് വസ്ഖിനി, നീ കുടിക്ക് എനിക്കും കുടിപ്പിക്കൂ. ഫമാത്ത്, അങ്ങനെ മരിച്ചു. നീ കുടിക്ക്, അയാൾ ഏറ്റവും കൂടുതൽ പറഞ്ഞതാണ് കള്ളുകുടിയൻ. ആ ബാറിൽ പോവാ, ഹോട്ടലിൽ പോവാ, എന്നിട്ട് അവിടെ പോയിട്ട് കള്ള് ഷാപ്പിൽ പോവാ, നീ കുടിക്ക് എനിക്കും കുടിപ്പിക്കുക. അയാളൊക്കെ പറഞ്ഞു മരണപ്പെട്ടു പോയി. വേറൊരാൾ പറഞ്ഞു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ അയാൾ പറഞ്ഞു ഐന ത്വരീഖു ഇലാ ഹമ്മാമി മൻജാബി, എവിടെയാണ് മഞ്ചാബിയുടെ വീട്ടിലേക്കുള്ള സ്ഥലം, വഴി ഏതാണെന്ന് ചോദിച്ച അയാൾ മരണപ്പെട്ടു പോയി. നോക്കണം, ജീവിതത്തിൽ എത്രയും കൂടുതൽ നിങ്ങൾ എങ്ങനെ ചെല്ലുന്നുണ്ടോ അതാണ് അവസാനം ഉണ്ടാവാൻ. ഇയാളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെല്ലിയത് വലിയൊരു സംഭവമാണ്, അതിന്റെ പിന്നിലുള്ളത് വലിയൊരു സംഭവമാണ്. അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വീട് ഒരു പൊതു ടോയ്ലറ്റ്, പൊതു പബ്ലിക് ബാത്റൂം പോലെ അദ്ദേഹത്തിന്റെ വീട് തോന്നിച്ചിരുന്നു. ആ സമയത്ത് ഒരു പെണ്ണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് പെണ്ണ് ചോദിച്ചു മഞ്ചാബിയുടെ ബാത്റൂമിലേക്ക് പോകുന്ന വഴി ഏതാണെന്ന്. അപ്പൊ ഇയാൾ പറഞ്ഞു ഇതന്നെയാണ് മഞ്ചാബിയുടെ ബാത്റൂം. സത്യത്തിൽ അത് ബാത്റൂമല്ല, ഇയാളുടെ വീടാണ്. ആ പെണ്ണ് ബാത്റൂം ആണെന്ന് വിചാരിച്ച് ഇയാളുടെ വീട്ടിലേക്ക് കയറി. അയാളും ആ പെണ്ണിന്റെ പിന്നാലെ കയറി. അകത്തേക്ക് കയറി ഉടനെ വാതിലിന്റെ കുറ്റിയിട്ടു. പെണ്ണിന് മനസ്സിലായി എന്നെ പറ്റിച്ചതാണ് എന്ന്, വാതിലിന്റെ കുറ്റിയിട്ടു. അപ്പൊ പെണ്ണ് വേഗം ഒരു എന്നെ പറ്റിച്ചു എന്നുള്ള കാര്യം പെണ്ണിന് മനസ്സിലായപ്പോ പെണ്ണ് അമളി പറ്റിയത് പുറത്തറിയിക്കാത്ത രീതിയിൽ പെണ്ണിനും ഇയാളുടെ കൂടെ ഇങ്ങനെ സമയം ചെലവഴിക്കാൻ താല്പര്യമുള്ളതുപോലെ അഭിനയിച്ചു. എന്നിട്ട് പെണ്ണ് പറഞ്ഞു മാഷാ അല്ലാഹ്, ഇന്ന് നമ്മൾക്ക് രണ്ടുപേർക്കും ആരും കാണാതെ നല്ലൊരു സൗകര്യം എത്തിയിരിക്കുകയാണല്ലോ, അതുകൊണ്ട് നല്ല ഭക്ഷണവും നല്ല കള്ളൊക്കെ നിങ്ങൾ വാങ്ങിച്ചു വരൂ എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി നമ്മൾ കടിച്ചു പൊളിക്കാമെന്ന് പെണ്ണ് പറഞ്ഞു. അപ്പൊ ഇയാള് പറഞ്ഞു അസ്സാഅതു ആതിക്, ഞാൻ ഇപ്പൊ വരെ എന്തൊക്കെയാണ് വേണ്ടത് എന്നൊരു ബില്ല് വാങ്ങി. എല്ലാം വാങ്ങാൻ വേണ്ടി അദ്ദേഹം പെട്ടെന്ന് തന്നെ പുറത്തുപോയി. കാരണം പെണ്ണ് ഇങ്ങോട്ട് ഇനീഷ്യേറ്റ് എടുക്കുകയാണ്. പെണ്ണ് ഇങ്ങോട്ട് പറഞ്ഞതാണ് നമുക്ക് ഇന്ന് അടിച്ചു പൊളിക്കാം എന്ന്. അപ്പൊ അയാൾ എന്ത് ചെയ്തു, വാതിൽ പോലും പൂട്ടാതെ വേഗം ബില്ലുമായിട്ട് അങ്ങാടിയിലേക്ക് പോയി. ഇയാള് പോയ താമസം പെണ്ണ് സ്ഥലത്ത് നിന്ന് മുങ്ങി. പെണ്ണിന്റെ ഐഡിയ ആയിരുന്നത്. വാതിൽ പൂട്ടിയില്ല, പൂട്ടാൻ മറന്നു ഇയാൾക്ക്. ഇയാള് കള്ളും ഭക്ഷണക്കുമായിട്ട് മനസ്സിൽ നിറയെ ലഡുവായിട്ട് ഇങ്ങനെ വരിക, വീട്ടിലേക്ക് വരികയാണ്. ആ പെണ്ണുണ്ടാവുന്നുള്ള പ്രതീക്ഷയോടെ വീട്ടിലേക്ക് എത്തി. നോക്കുമ്പോ പെണ്ണില്ല.
അപ്പൊ അദ്ദേഹം പാടാൻ തുടങ്ങി യാ റബ്ബ ഖായിലത്തിൻ യൗമൻ വഖദ് തഇബത് കൈഫ ത്വരീഖു ഇലാ ഹമ്മാമി മുൻജാബി. ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് വന്നിട്ട് എവിടെയാണ് മുൻജാബിയുടെ ബാത്റൂം എന്ന് ചോദിച്ച പെണ്ണെവിടെ എന്നിങ്ങനെ പാട്ട് പാടി ഭ്രാന്തനായ അയാൾ ആ പെണ്ണിനോർത്ത് ഭ്രാന്തനായി. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പാടി നടക്കുമ്പോഴാണ് 2 നിലയുള്ള വീടിന്റെ മുകളിൽ ഈ പെണ്ണിനെ കാണാനിടയായത്. ഇത് ഈ പെണ്ണ് കേട്ടു, ഈ പാട്ട് ഈ പെണ്ണ് കേട്ടു. യാ റബ്ബ ഖായിലത്തിൻ യൗമൻ വഖദ് തഇബത് കൈഫ ത്വരീഖു ഇലാ ഹമ്മാമി മുൻജാബി. പെണ്ണ് മുകളിൽ നിന്ന് അടുത്ത പാട്ട് പാടി അല്ലാ ജഅൽത സരീഅൻ ഇദ് ലഫിർത ബിഹാ ഹിർസൻ അലാ ദാരി ഔ ഖുഫ്ലൻ അലൽ ബാബി. എന്തേ മനുഷ്യ, തിരക്ക് കൂട്ടി വ്യഗ്രത കാണിച്ച് പുറത്തു പോകുമ്പോ വാതിലിന് കുറ്റിയിട്ടൂടായിരുന്നു നിങ്ങൾക്ക്? വാതിലിന് പൂട്ടിക്കൊണ്ടു പോകാമായിരുന്നില്ലേ? എങ്കിലും തിരിച്ചു വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാകുമായിരുന്നു എന്ന് തിരിച്ചു പാടി. ഇത് കേൾക്കുമ്പോൾ അയാൾക്കൊന്നും കൂടി ഭ്രാന്തായി. അങ്ങനെ അയാൾ മരിക്കാൻ കിടക്കുമ്പോൾ ആളുകളെല്ലാം ഒരുമിച്ച് കൂടി അദ്ദേഹത്തോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ പറഞ്ഞു. അയാൾ പറഞ്ഞത് എന്താണ്? കൈഫ ത്വരീഖു ഇലാ ഹമ്മാമി മുൻജാബി എന്ന് പറഞ്ഞ് മരണപ്പെട്ടു പോവുകയാണ് അയാൾ ചെയ്തത്. അപ്പൊ ജീവിതത്തിൽ എങ്ങനെ ഒരാൾ ജീവിക്കുന്നു അതാണ് മരണസമയത്ത് ചെയ്യുക. സിനിമ കാണാൻ ഇഷ്ടമുള്ള ആളുകൾ തിയേറ്ററിൽ മരിക്കും, കള്ളുകുടിയന്മാർ കള്ളുടിച്ച് മരിക്കും, തോപ ചെയ്യാൻ കഴിയില്ല, വ്യഭിചാരികൾ വ്യഭിചരിച്ചു കൊണ്ട് മരിക്കും, കഞ്ചാവുകാർ കഞ്ചാവ് അടിച്ചു മരിക്കും, രാത്രി രാവിലെ വരെ പോൺ വീഡിയോകൾ കാണുന്നവർ പോൺ വീഡിയോ കണ്ടുകൊണ്ട് മരിക്കും. എന്താ ജീവിതത്തിൽ കൂടുതൽ ചെയ്തത്? എപ്പോഴും പെണ്ണിന്റെ വർത്താനാണ്, വ്യഭിചാരത്തിന്റെ വർത്താനാണ്. എങ്കിലും വ്യഭിചരിച്ചുകൊണ്ടും ആ ഒരു വർത്താനത്തിനായിട്ട് മരിക്കും. അതുകൊണ്ട് എപ്പോഴും ജീവിതത്തിൽ നല്ലത് മാത്രം പറയാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. സമയം വൈകുന്ന എനിക്കറിയാം, ഞാൻ എന്തായാലും 12 മണിയാകുമ്പോൾ ദുആ എടുക്കാൻ നിർത്തും ഇൻഷാ അല്ലാഹ്. 12 മണിയാകുമ്പോൾ ദുആ എടുക്കാൻ നിർത്തും. 11:35 ഇൻഷാ അല്ലാഹ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈമാൻ സലാമത്തായി മരണപ്പെടാനുള്ള തൗഫീഖ് നൽകട്ടെ. ഒരാൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് അയാൾ കൂടുതൽ പറയുമെന്നാണ്. ഇദാ അഹബ്ബ ശൈഅൻ അക്സറ ദിക്റഹു. ഒരാൾ ഒരു വസ്തു ഇഷ്ടപ്പെട്ടത് കൂടുതൽ പറയും. എന്താണോ ജീവിതത്തിൽ ഒരാൾ പറഞ്ഞത് അത് തന്നെയാണ് അയാളുടെ മരണസമയത്തും അയാൾ പ്രകടിപ്പിക്കുന്നത്. ജീവിതത്തിൽ എന്താണോ നമ്മൾക്ക് ഇഷ്ടം ആ ഒരു സാഹചര്യത്തിലും സന്ദർഭത്തിലായിരിക്കും നമ്മൾ മരിക്കുക. ഖുർആൻ ഇഷ്ടമുള്ളവർ ഖുർആൻ ഓതി മരിക്കും, സുജൂദ് ഇഷ്ടമുള്ളവർ സുജൂദിൽ കിടന്ന് മരിക്കും, നിസ്കാരം ഇഷ്ടമുള്ളവർ നിസ്കാരത്തിൽ മരിക്കും, പള്ളി ഇഷ്ടമുള്ളവർ പള്ളിയിൽ മരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഒരാൾ അവസാനമായി പറയുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. ദിക്റാണ് മനുഷ്യന്റെ ജീവിതം. ഇനി അയാൾ മരിച്ചു കഴിഞ്ഞു, അയാൾ മരിച്ചു കഴിഞ്ഞല്ലോ. മരിച്ചു കഴിഞ്ഞാൽ എന്താ ഉള്ളത്? ദിക്റന്നല്ലേ. മരിച്ചു കഴിഞ്ഞിട്ട് ഒരു തുണി വെള്ള തുണി മുകളിലിടും. നാട്ടുകാരെല്ലാം വന്നാൽ ഓതുന്നത് യാസീനാണ്. കുളിപ്പിക്കുന്നുണ്ട്, കുളിപ്പിച്ചു കഴിഞ്ഞാലും യാസീന്. പള്ളിയിലേക്ക് പോകുമ്പോൾ ദിക്റ്. എന്നിട്ട് പള്ളിയുടെ മുമ്പിൽ മയ്യിത്ത് വെച്ചിട്ട് ഖബറിലേക്ക് മണ്ണ് വാരി എറിയുമ്പോൾ അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ. അത് കഴിഞ്ഞിട്ട് അവസാനം യാസീൻ ഓതിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ജനിച്ച ഉടനെ ആളുകൾ, അടുത്തുള്ള ആളുകൾ ചെവിയിലൂടെ ബാങ്ക് കൊടുത്തു. അവസാനമായി നാട്ടുകാർ എല്ലാരും കൂടി യാസീനോദ് ദുആ ചെയ്തിട്ട് ഖബറിൽ വെച്ച് മണ്ണിൽ മൂടിയിട്ട് തിരിച്ചു വരികയാണ്. ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവനും ദിക്റുകളാണ്. ഇത് തുടക്കം മുതൽ ഒടുക്കം വരെ. ഇനി ഒരു ദിവസത്തെ കഥ ഞാൻ പറയാം. ഇത് ജനിച്ചതും മരിച്ചതും ഞാൻ പറഞ്ഞത്. ഇനി ഒരു ദിവസത്തെ കഥ പറയാം. രാവിലെ ഒരാൾ എങ്ങനെയാണ് എണീക്കുന്നത് എന്നല്ല, എങ്ങനെയാണ് എണീക്കേണ്ടത്. എങ്ങനെ എണീക്കേണ്ടത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. ദിക്ർ ചൊല്ലിയിട്ടാണ് ഒരു മുസ്ലിം രാവിലെ ഉണരേണ്ടത്. ചൊല്ലിയില്ലെങ്കിൽ നിങ്ങളുടെ നഷ്ടമാണ്. അങ്ങനെ ഉണരേണ്ടത് അങ്ങനെയാ. ചൊല്ലിയില്ലെങ്കിൽ ആർക്കാണ് ഇഷ്ടം? നിങ്ങൾക്കാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞല്ലോ, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ. ആരാണോ എന്റെ ദിക്റിൽ നിന്ന് മാറി നിൽക്കുന്നത്, എന്റെ സ്മരണയിൽ നിന്ന് ആരാണോ മാറി നിൽക്കുന്നത്, അവർക്ക് ഞാൻ വളരെ കുടുസായ ജീവിതമാണ് നൽകുന്നത്. അഥവാ രാവിലെ എണീക്കുമ്പോൾ ഒരാൾ ഈ ദിക്ർ ചൊല്ലിയില്ലെങ്കിൽ അന്നത്തെ ദിവസത്തിൽ അയാൾക്ക് എന്തെന്നില്ലാത്തൊരു കൺജസ്റ്റഡ് ഫീൽ ചെയ്യും, എന്തെന്നില്ലാത്തൊരു കുടുസ് ഫീൽ ചെയ്യുമെന്നാണ്. എല്ലാവരും രാവിലെ എണീക്കേണ്ടത് എങ്ങനെ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. എണീറ്റിട്ട് കഴിഞ്ഞു. ഓക്കേ, ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. അടുത്തത് ബാത്റൂമിലേക്ക് പോവാണ്. എണീച്ചിട്ട് ബാത്റൂമിൽ പോവാണ്. വലത് കാല് വെച്ചിട്ടല്ലേ ബാത്റൂമിൽ പോവേണ്ടത് അല്ലേ? നല്ലോണം തലാട്ടിക്കോളി. വലത് കാല് വെച്ചിട്ടല്ലേ ബാത്റൂമിൽ പോകേണ്ടത് അല്ലേ? നല്ല തലാട്ടലാണ്. എന്ത് മനുഷ്യന്മാരും പള്ളിക്ക് വലത് കാലച്ച് കയറുണ്ട്.
പള്ളിയും വീടൊക്കെ ഒരുപോലെ മഹത്വം കേട്ടോ ഇസ്ലാമില്. പള്ളിക്ക് കയറുമ്പോൾ വലത് കാല് വെക്കണം, പുറത്തു വരുമ്പോൾ ഇടത് കാല് വെക്കണം, വീട്ടിൽ കയറുമ്പോൾ വലത് കാല് വെക്കണം, തിരിച്ചു വരുമ്പോൾ ഇടത് കാല് വെക്കണം. ഹജ്ജിന് പോവാണെങ്കിൽ വരെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത് കാല് വെക്കണം. മനസ്സിലായോ? പള്ളിക്കും വീടിനൊക്കെ ഇസ്ലാം തുല്യമായ സ്ഥാനം നൽകുന്നുണ്ട്. ഒരു മനുഷ്യന്റെ സൗഭാഗ്യത്തിൽ അള്ളാഹു എണ്ണിയത് ഒന്ന് പെണ്ണാണ്. പെണ്ണ് സൗജത്തുൻ സാലിഹ, ഭർത്താവിനെ ദീനിയായ വിഷയത്തിൽ സഹായിക്കുന്ന പെണ്ണ് വലിയൊരു ഭാഗ്യാണെന്നാണ്. ലോകത്തിലെ അമൂല്യമായ മുത്താണ് അവൾ. അവൾ വലിയൊരു മുത്താണ്. പെണ്ണുങ്ങളെ മുത്തേന്നൊക്കെ വിളിക്കൂലെ ഭാര്യയെ. നിങ്ങളുടെ ഭാഗത്ത് ബക്കറ്റ് വരും, സ്ത്രീകളുടെ ഭാഗത്തും പുരുഷന്മാരുടെ ഭാഗത്തും ഒക്കെ ബക്കറ്റ് വരും. ആ ബക്കറ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഖ്യ നിങ്ങൾ ഇട്ടിട്ട് സഹകരിക്കുക. ഏറ്റവും ഇഷ്ടമുള്ള സംഖ്യ. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കേസാണ് ഈ ബക്കറ്റിൽ 10-20 ഒക്കെ ഇടുന്നത്. കാരണം ബക്കറ്റ് എന്ന് വെച്ചാൽ നിങ്ങളും നിങ്ങളുടെ റബ്ബ് മാത്രം കാണുന്ന ഒരു സ്വതക്കയാണ്. നിങ്ങളും നിങ്ങളുടെ റബ്ബ് മാത്രം കാണുന്ന സ്വതക്കയാണ് ബക്കറ്റ്. അപ്പൊ ആ ബക്കറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഓർക്കാൻ പാടില്ല. റബ്ബ് മാത്രം കാണുന്ന വളരെ സ്വീകാര്യമായ സ്വതക്കയല്ലത്, സ്വീകാര്യമായ സ്വതക്കയല്ലേ. അതുകൊണ്ട് എന്ത്, ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഖ്യ കയ്യിൽ നിന്ന് ഇടുക. പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? വീടും പള്ളിയൊക്കെ ഇസ്ലാം ഒരുപോലെ നല്ല മഹത്വം നൽകിയ സ്ഥലങ്ങളാണ്. ഏറ്റവും വലിയ മുത്ത് പെണ്ണുങ്ങളെ മുത്തേ സത്തേ എന്നൊക്കെ വിളിക്കണം വേണം. അങ്ങനെ ആദ്യം മാത്രം വിളിച്ചാൽ പോരാ, മരണം വരെ വിളിക്കണം. കല്യാണം കഴിഞ്ഞ മുത്ത സത്യകാരലെന്നൊക്കെ വിളിക്കും. മൊബൈലൊക്കെ പഠിച്ചോനെ ഓരോരുത്തർ മൊബൈലൊക്കെ ഭാര്യന്റെ പേരൊക്കെ സേവ് ചെയ്തെന്ന് പഠിച്ചോ കാണാൻ ഞെട്ടിപ്പോവും. ഓ മൈ ലവ്, മൈ ജാൻ, സ്വീറ്റി. ഈ സ്നേഹം ഈ പ്രേമൊന്നും വീട്ടിലെത്തിയാണ്ടാവില്ല. മൊബൈലിൽ ആൾക്കാർ പ്രൊഫൈൽ പിക്ചർ വെച്ചിട്ടൊക്കെ നടക്കുമ്പോഴേക്ക് പഠിച്ചു എന്തൊരു സ്നേഹം ഓരോണ്ടാളും തമ്മിൽ. വീട്ടിലെത്തിയാ കീരിയും മറ്റേ പാമ്പും പോലെ ഉണ്ടാവുന്നുണ്ടാവും. അപ്പൊ മൊബൈൽ ഏരിയക്കലൊന്നും അല്ല നിങ്ങളെ പ്രൊഫൈൽ പോകട്ടെ വെക്കലോ അല്ലേ സ്നേഹം എന്ന് പറഞ്ഞാല്. ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. സ്നേഹം എന്ന് പറഞ്ഞാൽ മരണം വരെ ഉണ്ടാവും. ഈ മുത്തേ സത്തേക്ക മരണം വരെ ഉണ്ടാവും. ഈ തുടക്കകാലത്തിന് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പൊ ലോകത്ത് ഏറ്റവും വലിയ മുത്തേതെന്ന് വെച്ചാൽ പെണ്ണ് തന്നെയാണ്. ആരാന്റെ പെണ്ണല്ല, നമ്മുടെ പെണ്ണ്. നമ്മുടെ ദീനീ ബോധമുള്ള, നിങ്ങളെ ദീനിയായ വിഷയത്തിൽ സഹായിക്കുന്ന പെണ്ണാണെങ്കിൽ അവൾ മുത്താണ്, അവൾ മരതകമാണ്, അവൾ അമൂല്യമായ രത്നങ്ങളാണ്. അതിൽ യാതൊരു ഡൗട്ടില്ല. ഏറ്റവും വലിയ സമ്പാദ്യം നിങ്ങളുടെ സമ്പാദ്യത്തിൽ വീട്ടിന്റെ മുമ്പിൽ ഓടിയുണ്ട്, ബെൻസ് ഉണ്ട്, പോർച്ച് ഉണ്ട്, ഇനി റോൾസ് റോയ്സ് വരെ ഉണ്ടെന്ന് വിചാരിച്ചോ? അതൊക്കെ ഒന്നുമല്ല നിങ്ങളുടെ ഈ പെണ്ണിന് മുമ്പ്. നിങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യ പെണ്ണാണ്, ദീനുള്ള പെണ്ണാണ്. പിന്നെ സൗഭാഗ്യം നിങ്ങളുടെ വീടാണ്, വിശാലമായ വീട്. അതൊരു ഭാഗ്യമാണ്. വീടിന് അല്ലാഹു ഒരുപാട് മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട്. വീടും വലിയൊരു സൗഭാഗ്യമാണ്. അപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത് ഇടത് കാല് വെച്ച്, പള്ളിയിൽ നിന്ന് ഇറങ്ങേണ്ടത് ഇടത് കാല് വെച്ച്, വീട്ടിൽ കയറേണ്ടത് വലത് കാല് വെച്ച്, പള്ളിയിൽ കയറേണ്ടത് വലത് കാല് വെച്ച്. ഒരു മനുഷ്യൻ രാവിലെ എണീക്കുന്നു, ദിക്ർ ചൊല്ലിയിട്ട് എണീക്കുന്നു. ബാത്റൂമിൽ പോകേണ്ടത് ഇടത് കാല് വെച്ചിട്ടാണ്. ഇടത് കാല് വെച്ച് പോകുമ്പോൾ ഒരു ദിക്റുണ്ട് അല്ലേ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. പിശാചിൽ നിന്ന് നീ കാക്കണേ എന്നാണ് ആ ദിക്റിന്റെ അർത്ഥം. അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ്. അല്ലാഹുവേ എന്റെ ഹൃദയത്തെ നിഫാഖിൽ നിന്ന്, കാപട്യത്തിൽ നിന്ന് കാക്കണേ. അല്ലാഹ് എന്റെ ഗുഹ്യാവയവങ്ങൾ ഹലാലിൽ മാത്രം ഉപയോഗിക്കാനുള്ള തൗഫീഖ് നൽകണേ എന്ന് മനോഹരിച്ചു തിരിച്ചു വരുമ്പോഴും നമ്മൾ ദിക്ർ ചൊല്ലണം. കയറുമ്പോ ദിക്റുണ്ട്, തിരിച്ചു വരുമ്പോഴും ദിക്റുണ്ട്. ഇനി ഭക്ഷണം കഴിക്കാൻ ടേബിളിൽ നിന്നാൽ ദിക്റുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ദിക്റുണ്ട്, അൽഹംദുലില്ലാഹ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദിക്റുണ്ട്. എന്താണ് ദിക്ർ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീട്ടിലേക്ക് കയറുമ്പോഴും ദിക്റുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വണ്ടിയിൽ കയറുമ്പോൾ ദിക്റുണ്ട്, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ. ഇറങ്ങി കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്. എവിടെ ദിക്റില്ലാത്ത? കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ദിക്റുണ്ട്. വസ്ത്രം ധരിക്കുമ്പോൾ ദിക്റുണ്ട്, കണ്ണാടി നോക്കുമ്പോൾ ദിക്റുണ്ട്. എവിടെയാ ദിക്റില്ലാത്ത? എവിടെ ദിക്റില്ലാത്ത? എല്ലാ മേഖലകളിലും ദിക്ർ തന്നെയാണ്. എന്നിട്ട് രാത്രി ഉറങ്ങാനായി മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഒരുപാട് ദിക്റുകൾ. മുൽക്കുണ്ട്, സൂറത്തുൽ മുൽക്കുണ്ട്, സൂറത്തുൽ വാഖിഅയുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഹദ്ദാദുണ്ട്. എല്ലാം കഴിഞ്ഞ് നിങ്ങൾ കിടന്നുറങ്ങുകയാണ്. കിടന്നുറങ്ങാൻ ചെല്ലുമ്പോൾ ബാത്റൂമിൽ ചെന്ന് വുളൂ ചെയ്യണം, പല്ല് തേക്കണം. തിരിച്ച് റൂമിലേക്ക് വന്നിട്ട് ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹ്യാ ബിസ്മിക റബ്ബി
വലഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫൽഹാ കമാ തഹ്ഫളു ബിഹി ഇബാദക الصالحين اللهم أسلمت نفسي إليك ووجهت وجهي إليك وألجأت ظهري إليك رغبة ورهبة إليك لا ملجأ ولا منجأ منك إلا إليك آمنت بكتابك الذي أنزلت ونبيك الذي أرسلت ذكر ഇങ്ങനെ ചൊല്ലിട്ട് നിങ്ങൾ ഉറങ്ങി. ആ ഉറക്കിൽ നിങ്ങൾ അങ്ങോട്ട് മരണപ്പെട്ടു പോയി. നിങ്ങൾ നേരെ സ്വർഗത്തിലേക്ക് പോവാ. ഈ ഉറക്കിൽ ഇതൊക്കെ ചൊല്ലിട്ട് നിങ്ങൾ ഉറങ്ങി. ഓർക്കിലും അങ്ങോട്ട് മരിച്ചുപോയി. ഓർക്കിൽ മരണപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഉറക്കും മരണവും ഒന്ന് സെയിമാണ്. ഉറക്കെന്താണോ മരണം എന്താണോ അത് തന്നെയാണ് ഉറക്കം. മരണത്തിൽ എന്ത് പ്രോസസ്സാണോ നടക്കുന്നത് അതേ പ്രോസസ് തന്നെയാണ് ഉറക്കിൽ നടക്കുന്നത്. മരണത്തിലുള്ള പ്രോസസ് എന്താണ്? റൂഹിനെ മലക്കുകൾ കൊണ്ടുപോകുന്നു, അള്ളാഹുവിന്റെ അടുത്തുകൊണ്ട് വെക്കുന്നു. ഉറക്കിലും അതുപോലെ നിങ്ങൾക്ക് ഉറക്കം വരുമ്പോൾ നിങ്ങളുടെ ആത്മാവിനെ കൊണ്ടുപോകുന്നു, അള്ളാഹു പിടിച്ചു വെക്കുന്നു. രാവിലെ എണീക്കണം എന്ന് അല്ലാഹു തീരുമാനിച്ചാൽ ആ ആത്മാവിനെ തിരിച്ചേക്കുന്നു. നിങ്ങളിങ്ങനെ കണ്ണും തിമ്മി ഇങ്ങനെ കണ്ണും ചുരുട്ടി എണീക്കുന്നു. അല്ലാഹു എണീക്കരുതെന്ന് വിചാരിച്ചാൽ ആ ആത്മാവിനെ അവിടെ തന്നെ പിടിച്ചു നിർത്തും. മരണം ഉറക്ക സെയിമാണ്. ഒരു വേദനയില്ലാതെ ഉറക്കിൽ മരണപ്പെടുന്നവർ ഒരു വേദന ഇല്ലാതെ മരണപ്പെടും. കാരണം അവരുറങ്ങിയതാണ്, തിരിച്ചു റൂഹിനെ അയച്ചിട്ടില്ല. രാവിലെ വന്നിട്ട് ഉമ്മ എന്ന് പറഞ്ഞ് മക്കൾ വിളിക്കും. എന്തുമ്മ? ഉമ്മ ഇന്നലെ ഉറങ്ങിയതാണ്. ഉമ്മക്ക് പോലും അറിയാതെ ഉമ്മ മരിക്കും. ഉപ്പയ്ക്ക് പോലും അറിയാതെ ഉപ്പ മരിക്കും. ഉറക്കലങ്ങോട്ടും വരും. അതാണ് ആ ദിക്റിന്റെ അർത്ഥം. നിന്റെ നാമം കൊണ്ട് ഞാൻ കിടന്നുറങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ എണീക്കുകയാണെങ്കിൽ നിന്റെ നാമം കൊണ്ടാണ് ഞാൻ എണീക്കുന്നത്. ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ, എന്റെ ആത്മാവ് നീ കൊണ്ടുപോവുകയാണല്ലോ, അതവിടെ പിടിച്ചു വെക്കുകയാണ്. അഥവാ എന്നെ നീ മരിപ്പിക്കുകയാണെങ്കിൽ ഫർഹംഹാ, എന്റെ ആത്മാവിനോട് നീ കാരുണ്യം ചെയ്യണേ അല്ലാഹ്. ഈ ഉറക്കത്തിൽ ഞാൻ മരിച്ചാൽ നീ എന്നെ ദയവ് ചെയ്ത് ശിക്ഷിക്കരുതേ, എനിക്ക് കാരുണ്യം ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഉറങ്ങാൻ. വഇൻ അർസൽതഹാ, മരിപ്പിക്കാതെ നീ എന്നെ തിരിച്ചയക്കുകയാണ് എന്റെ ആത്മാവിനെ എങ്കിൽ ഫഹ്ഫൽഹാ കമാ തഹ്ഫലു ബിഹി ഇബാദക الصالحين. സ്വാലിഹീങ്ങളായ ആളുകളിൽ അല്ലാഹുവേ എന്നെ ഉൾപ്പെടുത്തണേ എന്നാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. ഇപ്പൊ രാവിലെ എണീക്കുകയാണെങ്കിൽ സ്വാലിഹീങ്ങളിൽ എന്നെ ഉൾപ്പെടുത്തണേ പഠിച്ചോനെ. ഞാൻ എണിച്ച എന്നെ നീ കമ്മത്തമ്മാടികളുടെ കൂടെ കൂട്ടത്തിൽ പെടുത്തല്ലേ റബ്ബേ. രാവിലെ തന്നെ എണിച്ച് ചങ്ങായിമാർ വിളിക്കാം, നമുക്ക് അങ്ങോട്ട് പോവല്ലേ, സിനിമ കാണാൻ പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ പഠിച്ചോനെ എന്നെ പെടുത്തല്ലേ പഠിച്ചോനെ, അയാൾക്ക് എന്നെ വിളിക്കാൻ തോന്നിപ്പിക്കല്ലേ റബ്ബേ, കഞ്ചാവ് അടിക്കാൻ എന്നെ കൊണ്ടുപോകല്ലേ പഠിച്ചോനെ, ഒന്ന് നന്നാക്കി റബ്ബേ. സ്വാലിഹീങ്ങൾക്കൊക്കെ നല്ല നല്ല ബന്ധങ്ങളിൽ ഉണ്ടാവും, എന്നെ അതുപോലെ കാത്തിരു റബ്ബേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്തിട്ട് കിടന്നുറങ്ങുന്നത്. എവിടെ ദിക്റില്ലാത്ത പറ? എവിടെ ദിക്റില്ലാത്ത? കല്യാണം കഴിഞ്ഞു ദിക്റ്, കുട്ടി ഉണ്ടാവാൻ വേണ്ടി ശ്രമിച്ചു ദിക്റ്, കുട്ടി ഉണ്ടായി ദിക്റ്, കുട്ടി മരിച്ചു ദിക്റ്, കുട്ടി രാവിലെ എണീക്കുമ്പോ ദിക്റ്, കുട്ടി ഉറങ്ങുമ്പോഴും ദിക്റ്. ഇതൊന്നും നിങ്ങൾക്കില്ലേ? ഈ പറഞ്ഞ ദിക്റൊന്നും നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യക്കൊന്നും ഇല്ലേ? മക്കൾ നന്നാവൂല, നിങ്ങൾക്കും നന്നാവൂല. ഈ ദിക്ർ, ഇതൊക്കെ ദിക്ർ എന്തിനാ തന്നതെന്ന് ചോദിച്ചാല് അല്ലാഹു പറഞ്ഞു, ആരാണോ എന്റെ ദിക്റിൽ നിന്ന് മാറി നിൽക്കുന്നത്, ഈ ദിക്റുകളൊന്നും ജീവിതത്തിൽ ഇല്ലാതെ നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം തോന്നിയതുപോലെ ജീവിക്കുകയാണെങ്കിൽ വളരെ ഭാരമേറിയ കുടുസായ ടെൻഷൻ നിറഞ്ഞ ജീവിതത്തിൽ സുഖം എന്തെന്നറിയാത്ത ജീവിതമായിരിക്കും നിങ്ങൾക്കുണ്ടാകുന്നത്. അത് മാത്രമല്ല, നാളെ മഹ്ശറയിലെത്തിയാൽ അതിനേക്കാളും വലിയ പ്രയാസങ്ങളാണ് നിങ്ങൾ നേരിടാനുള്ളത്. കണ്ണ് പൊട്ടന്മാരായിട്ടാണ് നിങ്ങൾ അവിടേക്ക് പോകുന്നത്. അപ്പോൾ അല്ലാഹു തആല നിങ്ങളോട് ചോദിക്കുന്നത്, ആ കണ്ണ് പൊട്ടന്മാരായ ആളുകൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത്, അല്ലാഹുവേ ലിമ ഹസർതനി അഅമാ, എന്തിനാണ് എന്നെ കണ്ണ് പൊട്ടനായി പുനർജനിപ്പിച്ചത്? ഭൂമിയിൽ എനിക്ക് കണ്ണുണ്ടായിരുന്നല്ലോ. അപ്പോൾ അല്ലാഹു പറയുന്ന മറുപടി, നീ എന്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടപ്പോ അത് കാണാത്തതുപോലെ നടിച്ചിട്ടില്ലയോ? വഅല് പറഞ്ഞപ്പോ കേൾക്കാത്തതുപോലെ നടിച്ചിട്ടില്ലയോ? അപ്പോൾ ഞാൻ നിന്നൊന്നും ചെയ്തിട്ടില്ലല്ലോ. നീ എന്നെ അന്ന് മറന്നതുകൊണ്ട് ഇന്ന് ഞാൻ നിന്നെ മറക്കുകയാണെന്ന് അല്ലാഹു പറയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഒരാൾ ദിക്റിൽ അധിഷ്ഠിതമായി ജീവിക്കുകയാണെങ്കിലോ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് الذين آمنوا وتطمئن قلوبهم بذكر الله. ഓ സത്യവിശ്വാസികളെ, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നത്
അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് മാത്രമാണ്. അലാ നിങ്ങൾ അറിയണേ, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ദിക്ർ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല എന്നാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. അല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, അല്ലാഹുവിൽ വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർ, തൂബാ ലഹും വഹുസ്നു മആബ്, അവർക്ക് അഭിവാദ്യങ്ങൾ, അവർക്ക് സ്വാഗതം, അവർക്ക് പേടിക്കാനില്ല. തൂബാ ലഹും വഹുസ്നു മആബ്. ഇനി ഒരു മനുഷ്യന്റെ രാവിലെ ഇങ്ങനെ ആവണം. ഞാനൊരു ദിവസം ഒരു മനുഷ്യന് എങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വേണമെന്ന് ചുരുക്കി പറഞ്ഞ് ഞാൻ നിർത്താം. സമയം മൈക്ക് നല്ല ഉഷാറാണ്. ഇയാളോട് ഞാൻ പറഞ്ഞു, എനിക്ക് മൈക്കിന്റെ സെറ്റപ്പ് ഒന്നും എനിക്കറിയില്ല, എന്താ മൈക്ക് എന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്നും എനിക്കറിയില്ല. അപ്പൊ ഞാനൊരു ഓപ്പറേറ്ററോട് പറഞ്ഞു, ഞാൻ എന്താ പറയണ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഓപ്പറേറ്റർ പറഞ്ഞു, അടുത്ത എവിടെങ്കിലും പോയാൽ ഞാൻ എന്താ സംഘാടക മൈക്ക് ഓപ്പറേറ്ററോട് പറയണ്ടെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങളൊരു 3 സ്റ്റെപ്പ് ഡിലേ കൊടുക്കാൻ പറയും, സൗണ്ട് ഒന്ന് ഷാർപ്പ് ചെയ്യാൻ പറയും, എങ്കിലും ഓക്കെ. പറഞ്ഞ് തെറ്റുണ്ടോ? ഇല്ലല്ലോ, അങ്ങനല്ലേ. എനിക്ക് സത്യത്തിൽ ഡിലേ അറിയില്ല, എനിക്ക് സത്യത്തിൽ ഷാർപ്പ് അറിയില്ല. അയാൾ പറഞ്ഞതുപോലെ ഞാൻ എല്ലാ ഓപ്പറേറ്ററെ അടുത്ത് വിളിച്ചിട്ട് ആദ്യം പറഞ്ഞു, നിങ്ങളോട് അങ്ങനെ ആദ്യം പറഞ്ഞു, അടുത്ത് വിളിച്ചിട്ട് മൂപ്പരോട് പറഞ്ഞു. മൂപ്പർക്ക് അത് തിരിയുന്നത് കൊണ്ട് മൂപ്പര് പോയ ഉടനെ മാറ്റം ഉണ്ടായി മൈക്കില്, അല്ലെ? ആദ്യം ഉണ്ടായ മൈക്കല്ല, മൂപ്പര് ചെയ്തപ്പോ മൈക്കില് മാറ്റം ഉണ്ടായി, കേൾക്കാനും സുഖമായി, പറയാനും സുഖമായി. ഇത് ഞാൻ എല്ലാ ഓപ്പറേറ്ററോടും പോയിട്ട് പറയും. ആദ്യം ആൾ ഒരിക്കൽ വിളിക്കും, 2 തവണ വിളിച്ചാൽ 3 തവണ വിളിക്കും. എന്നിട്ടും ഒരു ചുക്കും അറിയാത്ത ഓപ്പറേറ്റർമാരുണ്ടാവും, ഒരു ചുക്കും അറിയാത്ത ഓപ്പറേറ്റർമാര്. അവരോട് ചിലപ്പോൾ നമ്മ ഈ വലിയ സദസ്സുകളൊക്കെ ആണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവും ചില സദസ്സുകളിൽ. അപ്പൊ അവിടെയൊക്കെ പോയാൽ നമുക്ക് നല്ല പ്രസംഗിക്കാൻ ഒരു ആവേശമുണ്ട്. ആളുകൾ ഉണ്ടാകുമ്പോൾ മൈക്ക് ശരിയില്ലെങ്കിൽ ഭയങ്കര ടെൻഷനായി പോകും. നമ്മൾ നല്ല ഒരുങ്ങിപ്പോയ പ്രഭാഷണങ്ങളിലൊക്കെ മൈക്ക് മോശമായാലും ആകെ നിരാശനാവും, ടെൻഷനാവും. അപ്പൊ നമ്മൾ ചൂടാവും. അപ്പോഴോട്ട് സ്വാഭാവികം 2-3 വട്ടമൊക്കെ പറഞ്ഞിട്ട് ശരിയാക്കിയില്ലെങ്കിൽ, നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ അറിയുന്ന ആളോട് വിളിച്ചു ചോദിക്കുമോ എന്നെല്ലാം പറയും. അറിയുന്ന ആളൊന്ന് വിളിച്ചു ചോദിച്ചു, വളരെ സ്നേഹത്തോടെ തന്നെ പറഞ്ഞു, അറിയുന്ന ആളോട് ചോദിച്ചിട്ടൊന്ന് ശരിയാക്കി തന്നേന്നാ പറഞ്ഞു. അത് ചിലപ്പോൾ ഓപ്പറേറ്റർമാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇതേപോലെ ഇയാളോട് പറഞ്ഞ പോലെ എല്ലാവരോടും ഞാൻ പറയാം. അപ്പൊ അറിയുന്ന ആളെ ചെയ്യും, അറിയാത്ത ആളുകൾ ഇങ്ങനെ ചിരിക്കും. ഇന്നിപ്പോ ഞാൻ ഒരു പരിപാടി, മാണിവസ്ഥാന്റെ പരിപാടി എന്നൊക്കെ വിളിച്ചൊരു പരിപാടിക്ക് ഞാൻ പോയിട്ട് വന്നു. അവിടെ പോയപ്പോ പടച്ചോനെ മൈക്കിന്റെ കഥ, ഞാൻ ആ 10-20 മിനിറ്റ് സംസാരിച്ചത് എനിക്കും തിരിയുന്നില്ല, അവിടുത്തെ ആളുകൾക്ക് ആർക്കും തിരിയുന്നില്ല. ഓപ്പറേറ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് സംഭവം, നിങ്ങൾക്ക് അറിയോ? ആ ചങ്ങായിക്ക് ഒന്നും അറിയില്ല. അവസാനം ഞാൻ പറഞ്ഞു, നീ മോണിറ്റർ ഓഫ് ചെയ്യും. ഞാൻ ആ സൗണ്ട് കേട്ടിട്ട് ഞാൻ പ്രസംഗിച്ചോ, ഇത് വേണ്ട, ഓഫ് ചെയ്തിട്ട് എന്റെ കൂടെയുള്ള എനിക്ക് മെസ്സേജ് അയച്ചു, പുറത്തൊന്നും തിരിയുന്നില്ല, നിങ്ങൾ പ്രസംഗിക്കണ്ട. എന്റെ കൂടെയുള്ള എനിക്ക് മെസ്സേജ് അയച്ചു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, സംഘാടകരോട് പറഞ്ഞു, ഈ മൈക്കിൽ എനിക്ക് പ്രസംഗിക്കാൻ കഴിയില്ല, എനിക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യം, എനിക്ക് കഴിയില്ല പ്രസംഗിക്കാൻ, നിങ്ങൾ മാറ്റുന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യുന്നൊന്നും ചെയ്തോളൂ. അപ്പൊ അയാൾ എന്താ ചെയ്യുന്ന വെച്ചാൽ വേറൊരു ഓപ്പറേറ്ററെ കൊണ്ടുവന്നിട്ട് മാറ്റിച്ചു. സംഭവം എന്താണ് അവിടെ നടന്നതെന്ന് വെച്ചാല്, സ്ഥിരമായിട്ട് ആ ഓപ്പറേറ്ററാണ് മൈക്കവും സെറ്റെല്ലാം കൊണ്ടുവരുന്ന അയാളാണ്. ഇപ്പുറത്ത് കുറച്ച് പൈസ ലാഭം ഉണ്ടെന്ന് തോന്നിയപ്പോ അയാളെ ഒഴിവാക്കിയിട്ട് ഇയാളെ കൊണ്ടുവന്നു. നിങ്ങൾ ആലോചിച്ച് ഒരു കല്യാണം നടത്താൻ, ആ കല്യാണം നടത്തുന്ന സമയത്ത് നല്ല ലക്ഷങ്ങൾ ചെലവഴിച്ച് പന്തലും മിനിച്ചറും ഡെക്കറേഷനും ഒക്കെ ആയി, പച്ചയും ചോന്നയും പരവതാനൊക്കെ വിരിച്ചിട്ട് ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് അവസാനം വന്ന ആളുകൾ അങ്ങോട്ട് കണ്ണൂരിന്നും കോഴിക്കോടുന്നൊക്കെ വന്നിട്ട് ആൾക്ക് സാമ്പാറും ചോറ് കൊടുത്തു വിട്ട് എങ്ങനെ ഉണ്ടാവും? വന്ന ആൾക്ക് മട്ടൻ ബിരിയാണിയുള്ള, ചിക്കൻ ബിരിയാണിയുള്ള, ചിക്കൻ പൊരിച്ചില്ല, ഒന്നുമില്ല, ഒരു സാമ്പാറും ചോറ് കൊടുത്തു അങ്ങനെ ഉണ്ടാവും. പന്തലൊക്കെ ഉഷാറാ, വാലും സദസ്സും സജ്ജീകരണങ്ങളും ഉഷാറാ. മെയിന് വേണ്ട മൈക്കില്ല. അവിടെ മാത്രം സംഘാടകർ കഞ്ചൂസാക്കി, പിഷ്കാക്കി. സംഘാടകർ ഓപ്പറേറ്റർമാരുടെ തരത്തിൽ പറയാൻ പാടില്ല. സംഘാടകർ നല്ല പൈസ കൊടുത്ത് നല്ല ബോക്സ് കൊണ്ടുവന്നിട്ട് ഓപ്പറേറ്റർമാർ ക്യാഷും വാങ്ങിച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ അവരെ പറയണം. നല്ല സംഘാടകർ നല്ല ചെലവഴിച്ചു, നല്ല സൗണ്ട് സിസ്റ്റം, 30,000 വാട്ട്സ് സ്റ്റേജിൽ, നല്ല വാട്ട്സ് 5,000-6,000 വാട്ട്സ് സ്റ്റേജിലും വെച്ചു, നല്ല മൈക്ക് കൊണ്ടുവന്നു, ക്യാഷൊക്കെ ഒരു എണ്ണിട്ട് വാങ്ങിക്കാണ്. എന്നിട്ടൊരു ഓപ്പറേറ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ആരാ പറയേണ്ടത്? സംഘാടകരെയാണോ ഓപ്പറേറ്റർമാരാണോ? ആരാ പറയേണ്ടത്? ഇതാണ് സത്യത്തിൽ സംഭവിക്കുന്നത്. ഞാൻ എവിടെ പോയിട്ട് മൈക്കിന് കുറ്റം പറയുന്ന ആളൊന്നുമില്ല. എനിക്ക് മൈക്ക് നല്ല ഇഷ്ടപ്പെട്ട, നല്ല 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ വേദ പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പിന്നെ ഞാൻ രാവിലെ വേറെ വേദ പറഞ്ഞാൽ എനിക്ക് ഒരു ക്ഷീണം ഉണ്ടാവില്ല. ഞാൻ നല്ല മൈക്ക് നല്ല വേദ പറയാറുണ്ട്. പക്ഷെ മൈക്കിന് ഓപ്പറേറ്റർമാർക്ക് അറിഞ്ഞില്ലെങ്കിൽ വിഷമം ഉണ്ടാവാറുണ്ട്, കുറ്റം പറയാറുണ്ട്. അതിനെ മാത്രം വീഡിയോ എടുത്ത് ക്ലിപ്പാക്കിയിട്ട് പുറത്ത് അയച്ചിട്ട് എന്തും കാര്യമില്ല. ഓപ്പറേറ്റർമാരോട് പ്രത്യേകം പറയുന്നത്, ഓൺലൈനാണ്, എല്ലാവരും കേൾക്കുമല്ലോ. എന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഓപ്പറേറ്റർമാർ. ആ ക്ലിപ്പ് ഇട്ടിട്ടേ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് പിന്നെ ഷാർപ്പ് എന്തെന്നറിയോ, നിങ്ങൾക്ക് മറ്റേ ഡിലേ എന്തെന്നറിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എന്നോട് പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, സത്യത്തിൽ ഒന്നും അറിയില്ല. എനിക്ക് ഇങ്ങനെ ചെയ്തെന്നാ ഒരുപാട് ആളുകൾ, അറിയുന്ന ആൾ ചെയ്തിരുമ്പോൾ തൃപ്തിയാവുന്നുണ്ട്, അറിയാത്ത ആൾ ഞാൻ പറയാറുണ്ട്. സംഭവം അതാണ്. ഇനി ഏത് സംഘാടകരാണെങ്കിൽ നല്ല മൈക്ക് വെക്കാൻ, നല്ല ഓപ്പറേറ്റർമാരെ വിളിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്
ആഫിയത്തും ആരോഗ്യമൊക്കെ അള്ളാഹു നൽകട്ടെ. അപ്പൊ ഇതാണ് ഈ വിഷയം. മൈക്ക് ഉഷാറായില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നിരാശ ഉണ്ടാവും. ഞാൻ സ്ഥലം പറയുന്നില്ല, ഒരു കാഞ്ഞങ്ങാട് ഭാഗത്തൊരു പരിപാടിക്ക് എത്രയോ ഒരു വർഷം മുമ്പ് എന്നെ വിളിച്ച് ബുക്ക് ചെയ്തൊരു പരിപാടിയാണ്. ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്ത പരിപാടിയാണ്. കാരണം അതിനു മുമ്പ് ഒരു പരിപാടിക്ക് ഞാൻ അവിടെ പോയി, അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടവർ. അതുകൊണ്ട് ആ സമയത്ത് തന്നെ ഇനി ഒരു വലിയൊരു പരിപാടി വെക്കുന്നുണ്ടെന്നൊക്കെ പറയും. 30 ലക്ഷമൊക്കെ സദസ്സിന് ചെലവഴിച്ചൊരു പരിപാടിയാണ്. 30 ലക്ഷം സദസ്സിന് ചെലവഴിച്ച പരിപാടി. സ്റ്റേജിൽ കയറി നോക്കുമ്പോൾ എനിക്ക് പ്രസംഗിക്കാൻ കഴിയുന്നില്ല. സൗണ്ട് ആണെങ്കിൽ മോണിറ്റർ ഒന്നും തിരിയുന്നില്ല. എനിക്ക് എന്താ പ്രസംഗം എനിക്ക് തിരിയുന്നില്ല. അപ്പൊ ഞാൻ അവരോട് രഹസ്യത്തിന് ഈ പറഞ്ഞ പോലൊക്കെ പറഞ്ഞു, എല്ലാം പറഞ്ഞു കൊടുത്തു. എന്നിട്ടും ശരിയാവുന്നില്ല. കാരണം ഞാൻ ഒരുങ്ങിയിട്ട് പ്രിപ്പയർ ആയി പോയൊരു പരിപാടിയാണ്. ഒന്നും എനിക്ക് തൃപ്തിയാവുന്നില്ല. ആ സമയത്ത് ഞാൻ സംഘാടകരോട് ഞാനല്ലാതെ വേറൊരു മനുഷ്യൻ ഇങ്ങനെ പറയില്ല, ഞാനല്ലാതെ വേറൊരു പ്രഭാഷകർ ഇങ്ങനെ പറയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് നാളെ ഫ്രീ ആണ്, ഞാൻ വന്നിട്ട് നാളെ പ്രസംഗിക്കാം. മനസ്സിലായോ? നിങ്ങൾക്ക് ഏതെങ്കിലും പ്രഭാഷകനെ പറയുന്നു നോക്കോ, നാളെ എനിക്ക് ഫ്രീ ആണ്, ഞാൻ നാളെ വന്നിട്ട് പ്രസംഗിക്കാം. കാരണം നാളെ അവിടെ വലിയ പ്രഭാഷകനൊന്നുമില്ല, നാളെ അവിടെ പ്രഗത്ഭനായ ഒരു പ്രഭാഷകനൊന്നും അവിടെ ഇല്ല. അവിടെ ഇങ്ങനെ ഖുർആൻ മത്സരമാണ് നടക്കുന്നുള്ളത്. അതുകൊണ്ട് നാളെ രാത്രി ഞാൻ വന്നിട്ട് പ്രസംഗിക്കാം, നിങ്ങൾ നാളേക്ക് മൈക്കെല്ലാം ശരിയാക്കി വെക്ക്. സംഘാടകരോട് രഹസ്യമായിട്ട് ചോദിച്ചു. ആ സംഘാടകൻ എന്നോട് പറഞ്ഞു, ഫസ്റ്റ് പറഞ്ഞു നോക്കട്ടെ, നിങ്ങൾ ഓഡിയൻസിനോട് ചോദിക്കുന്നതിനോട് പറഞ്ഞു. അപ്പൊ ഞാൻ മൈക്കിൽ ഇവിടെ ചോദിച്ചു, അങ്ങനെ ചെയ്താൽ മതിയോ? അത് ലാസ്റ്റ് പറഞ്ഞ് പാണ്ഡ്യൻ തന്നെ പ്രസംഗിക്കുന്നു. അങ്ങനെ ഞാൻ 1-2 മണിക്കൂർ പ്രസംഗിച്ചു. അത് ഭയങ്കര നാട്ടുകാർക്ക് വിഷമമുണ്ടോ? സ്വാഭാവികം, നാട്ടുകാർ ഭയങ്കര വിവാദമാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഭാഗം കൂടി ചിന്തിക്കണം. ഞാൻ നാളെ പ്രസംഗിക്കും, ഒരു പ്രഭാഷകനും പറയില്ല അവര് പ്രസംഗിച്ചിട്ട് പൈസ വാങ്ങിച്ചിട്ട് പോകും. ഞാൻ പറഞ്ഞു എന്താ, എനിക്ക് പൈസ ഞാൻ വാങ്ങൂല, ഞങ്ങൾക്ക് പ്രസംഗിച്ച് തൃപ്തിയായില്ലെങ്കിൽ പൈസ വാങ്ങാനേ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അവിടെ തൊട്ടടുത്ത് നമ്മുടെ ഏണിയാടി വന്നിട്ടുണ്ട് കുറച്ചു മുമ്പ്. രാത്രി 11 മണിക്ക് മൈക്ക് തരാന്ന് പറഞ്ഞിട്ട് ഉപ്പളയിൽ ഒരു പരിപാടി 1.5 മണിക്കൂർ പ്രസംഗിച്ചിട്ട് 140 സ്പീഡിലും വന്നിട്ട് കൃത്യം 11 മണിക്ക് അവിടെ എത്തിയിട്ട് എനിക്ക് മൈക്ക് തന്നത് രാത്രി 3 മണിക്കാണ്. എനിക്ക് മൈക്ക് തന്നു. ഞാൻ അവിടെ ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ ഒരുപാട് നേരം കാത്തിരുന്നു മൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അന്ന് സ്റ്റേജിൽ പോയിട്ട് ഇതൊരു തങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. തങ്ങൾ കഴിഞ്ഞിട്ട് ഇതൊരു പ്രഭാഷകൻ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. പ്രഭാഷണം കഴിഞ്ഞിട്ട് ഒരു തങ്ങളുണ്ടായി. തങ്ങൾ അങ്ങോട്ട് 1.5 മണിക്കൂർ പ്രസംഗിച്ചു. ഞാൻ സ്റ്റേജിൽ 3 മണിക്ക് എനിക്ക് മൈക്ക് കിട്ടി. ഞാൻ പറഞ്ഞു ഇത് ഉറങ്ങേണ്ട സമയമാണ്, ഇത് പ്രസംഗിക്കേണ്ട സമയമല്ല. എനിക്കിപ്പോൾ പ്രസംഗിച്ച എന്തും തിരിയില്ല, അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് ഇറങ്ങി. വണ്ടിയുടെ വാടക പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. കാസർഗോഡ് നിന്ന് ഏകദേശം ബന്തെടുക്ക് ഏണിയാടിക്ക് പോകാൻ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് വെച്ചാൽ മതി. ഞാൻ പ്രസംഗിക്കാൻ സ്ഥലത്ത് ഞാൻ വണ്ടി വാടക ഞാൻ വാങ്ങാറില്ല. ഇതൊക്കെയാണ് സംഭവം. ജനങ്ങൾ എന്തൊക്കെയോ പ്രചരിപ്പിക്കും. അതൊക്കെ അതേപോലെ ഒരു ദിവസം ഹർത്താലുണ്ടായി. അന്ന് ഞാൻ മലപ്പുറം ജില്ലയിലേക്ക് പോവാണ് കാർ എടുത്തിട്ട്. പകുതിയാകുമ്പോൾ കാഞ്ഞങ്ങാടെത്തുമ്പോൾ എന്റെ വണ്ടി റിസർവായി ഓയിൽ. എവിടെ നോക്കിയാലും പമ്പില്ല. അങ്ങനെ ഉരുട്ടി കണ്ണുരത്തിയപ്പോൾ അവിടെ മാഹിയിലുള്ള ഒരാൾക്ക് വിളിച്ചു, മാഹി പമ്പ് തുറന്നിട്ടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. മാഹി പമ്പ് തുറന്നിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കാറ് വെച്ചിട്ട് അവിടുന്ന് ഞാൻ തന്നെ AC ടിക്കറ്റ് എടുത്തിട്ട്, ഞാനിവിടെ ഡ്രൈവറുണ്ട്, 2 പേര് AC ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോയി. അവിടെ പോയിട്ട് പ്രസംഗിച്ചു. എനിക്ക് അവർ 10,000 രൂപ തന്നു. എനിക്ക് വണ്ടിക്ക് ചിലവ് ഏകദേശം 1000 രൂപ, 1000 മുകളിൽ എന്തുണ്ട് ട്രെയിനിന്റെ ചിലവുണ്ട്. എന്റെ വണ്ടി അന്ന് രാത്രി ഡ്രൈവർ തിരിച്ചു വന്നിട്ട് എന്റെ വണ്ടി എടുത്തിട്ട് മലപ്പുറത്തേക്ക് വന്നു. വണ്ടി വാടക ഞാൻ വാങ്ങിച്ചിട്ടില്ല. 2-5-6 രൂപ ചിലവ് തന്നെ ഉണ്ട്. എന്നിട്ട് ആ സംഘാടകർ എന്റെ കുറ്റം പറഞ്ഞെന്താ അറിയോ, ഞാൻ പോയിട്ട് അവിടെ പിരിച്ചിട്ടില്ല. മനസ്സിലായോ? ഞാൻ പോയിട്ട് പിരിച്ചിട്ടില്ല. പിരിക്കാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു പിരിക്കണം. പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ പ്രസിഡന്റ് പറഞ്ഞു, പ്രസിഡന്റിനോട് മുസ്കാര കുപ്പായം പിരിക്കാൻ വേണ്ടിയിട്ടാണ് 1000 രൂപ. ഞാൻ പറഞ്ഞു പ്രസിഡന്റ് നിങ്ങൾ ആദ്യം ഒരു മുസല്ല വാങ്ങിയിട്ട് പ്രസിഡന്റിന് 1000 രൂപ കൊന്നു കൊടുത്തു. പിന്നെ സെക്രട്ടറി ആരെന്ന് വെച്ചു, സെക്രട്ടറിക്ക് ഒന്ന് കൊടുത്തു 1000 രൂപയ്ക്ക്. ട്രഷറർ ആരാന്ന് വെച്ചു, ട്രഷറിന് 1000 രൂപ കൊടുത്തു. അങ്ങനെ സദസ്സിലുള്ള കൊടുത്തു. അവസാനം ഞാനൊന്ന് വാങ്ങിച്ചു 1000 രൂപയ്ക്ക്. അപ്പോ ഞാൻ 1000 രൂപയ്ക്ക് ഞാനൊരു നിസ്കാര കുപ്പായം വാങ്ങിച്ചു. എന്റെ ഡ്രൈവർ കൂടെ വന്ന് അയാൾ ഒരു 1000 രൂപ വെച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവരെന്താ പറഞ്ഞത്, നമുക്കെതിരെ ആരോപണങ്ങൾ. അപ്പൊ നമ്മുടെ സയ്യിദ് അവർകൾ മന്ത്രിച്ച അല്ലെ മജ്ലിസുന്നൂറിൽ വെച്ച് മന്ത്രിച്ചും ഇവിടെ ഉണ്ടായിരുന്ന ഒരു തേന് നിങ്ങളുടെ സമീപത്തേക്ക് വരും. പെണ്ണുങ്ങളുടെ അടുത്തേക്ക് ആണുങ്ങളുടെ അടുത്തേക്കൊക്കെ വരും. ഇൻഷാല്ലാഹ് ഒരു 200 രൂപ വെച്ചിട്ട്, 200 ചെറിയ സംഖ്യയാണ്, 200 രൂപ വെച്ചിട്ട് ഇൻഷാല്ലാഹ് എല്ലാ ആളുകളും അത് വാങ്ങണമെന്ന് വളരെ സ്നേഹത്തോടെ പറയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് സംഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ആളുകൾ പലതും പറയും. ആളുകൾ പറയുന്നൊന്നും കേട്ടൊരു കാര്യമില്ല. ആളുകൾ പലതും പറയുന്നു പറയാൻ കാരണം എത്രയോ സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയാം. ആളുകൾ അന്തം കൊന്തും ഇല്ലാത്തൊരു വിഷയങ്ങളാണ് പലരും പലതും പറയുന്നത്. ഒരു വിവരം ഉണ്ടാവില്ല, അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല. അതൊന്നും വിശ്വസിക്കുകയും ചെയ്യാം നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും. അപ്പൊ ഏതായാലും ഇൻഷാ അല്ലാഹ് പറഞ്ഞ
മൈക്കൊക്കെ വളരെ ഉഷാറായിട്ടുണ്ട്, നല്ല മൈക്കാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്ത് ആരോഗ്യം കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. തേന് സ്ത്രീകളുടെ ഭാഗത്തും അതുപോലെ പുരുഷന്മാരുടെ ഭാഗത്തൊക്കെ തേന് വരും. അപ്പൊ എല്ലാവരും അത് വാങ്ങുക. എന്നിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങളൊരു 11 ഫാത്തിഹ ഓതിട്ട് ഊതിക്കൊള്ളുതില്. 11 ഫാത്തിഹ എന്ന് പറഞ്ഞാൽ എല്ലാ രോഗത്തിനൊക്കെ ശിഫയാണ്. നിങ്ങൾ തന്നെ ആത്മാർത്ഥമായി വുളൂഅൊക്കെ ചെയ്തിട്ട് നല്ല ഇഖ്ലാസോട് കൂടി ഒരു 11 ഫാത്തിഹ ഓതി അതിലേക്ക് മന്ത്രിച്ചൂത, എന്നിട്ട് ശിഫ കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി കുടിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എല്ലാ അസുഖങ്ങൾക്കും അല്ലാഹു ശിഫ നൽകട്ടെ. അപ്പോൾ നമ്മൾ അമൽ ചെയ്യുന്നതിനനുസരിച്ച് അല്ലാഹു തആല നമ്മൾക്ക് മഹത്വങ്ങളും സന്തോഷവും നൽകും. രാവിലെ എണീച്ച് ഈ ദിക്ർ ചൊല്ലി സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കുക. ഒരു മനുഷ്യന്റെ രാവിലെ എങ്ങനെയാവണമെന്ന് ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ ഓടിച്ചു വിടാം. രാവിലെ എങ്ങനെയാവണം നമ്മുടെ രാവിലെ ഒരു ദിവസം എങ്ങനെയാവണം? തഹജ്ജുദ് നിസ്കരിക്കാൻ നമ്മൾ എണീക്കണം. എന്നിട്ട് തഹജ്ജുദ് നിസ്കരിച്ച് സുബഹി വരെ ഖുർആൻ ഓതുകയും ദുആ ചെയ്യുകയും വേണം. സുബഹി നിസ്കാരം വീട്ടിൽ വെച്ച്, സുന്നത്ത് നിസ്കാരം വീട്ടിൽ വെച്ച് പുരുഷന്മാർ നിസ്കരിച്ച് ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ പോകണം. സ്ത്രീകൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കണം. അത് കഴിഞ്ഞാൽ സൂര്യനുദിക്കുന്നത് വരെ കിടന്നുറങ്ങാൻ പാടില്ല. സൂര്യനുദിക്കുന്നവരെ കിടന്നുറങ്ങാൻ പാടില്ല. ളുഹാ നിസ്കരിക്കുക. പിന്നെ ളുഹറും അസ്റും മഗ്രിബും ഇശാ ഒക്കെ ജമാഅത്തായി പള്ളിയിൽ പോയി സുന്നത്ത് ശേഷമുള്ളതൊക്കെ വീട്ടിൽ വെച്ച് നിസ്കരിച്ച് മഗ്രിബ് കഴിഞ്ഞാൽ മുൽക്കും വാഖിഅയും യാസീനൊക്കെ ഓതി ഹദ്ദാദിൽ എല്ലാവരും പങ്കെടുത്ത് വല്ല വുളൂഅൊക്കെ ചെയ്തിട്ട് നേരത്തെ കിടന്നുറങ്ങുക. ഈ ഒരു ചിട്ട എന്നും നമ്മുടെ ജീവിതത്തിൽ പകർത്തുക.